ഗാനഗന്ധർവൻ യേശുദാസിന്റെ മകൻ എന്ന ലേബലിലാണ് വിജയ് യേശുദാസ് പാട്ടുകാരനാവുന്നത്. പിന്നീട് ലോകം അറിയുന്ന നിലയിലേക്ക് ഗായകനായി താരപുത്രൻ വളർന്നു. യേശുദാസിന്റെ 3 ആൺമക്കളിൽ വിജയ് മാത്രമാണ് സംഗീത ലോകത്തേക്ക് എത്തുന്നത്. ചേട്ടനും അനിയനും അവരുടെ ലോകത്ത് സന്തുഷ്ടരാണെന്നാണ് താരമിപ്പോൾ പറയുന്നത്. നടുക്കുള്ള ആളായതുകൊണ്ടും മറ്റും വീട്ടിലെ കുസൃതി താനായിരുന്നു എന്ന് പറഞ്ഞ വിജയ് തന്റെ കുടുംബത്തെക്കുറിച്ചും പറയുകയാണിപ്പോൾ. നടി ആനി അവതരിപ്പിക്കുന്ന ആനീസ് കിച്ചൺ എന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയതായിരുന്നു വിജയ് യേശുദാസ്. നടിയുടെ ചില ചോദ്യങ്ങൾക്ക് രസകരമായിട്ടുള്ള മറുപടികളാണ് താരം നൽകിയിരിക്കുന്നത്. വിജയുടെ വിശേഷങ്ങൾക്ക് മുൻപ് അപ്പൻ യേശുദാസിനെ കുറിച്ചും അമ്മ പ്രഭയെക്കുറിച്ചുമാണ് ആനി ചോദിച്ചത്. ഇരുവരും അമേരിക്കയിൽ സുഖമായിരിക്കുന്നു. മൂത്ത സഹോദരനൊപ്പമാണ് അവരുള്ളത്. എൻ്റെ ചേട്ടൻ ചെറിയ പ്രായത്തിലെ ടെന്നീസിനോട് താല്പര്യമുള്ള ആളായിരുന്നു. പുള്ളിയെ അതുമായി ബന്ധപ്പെട്ട സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തെങ്കിലും ഹോം സിക്ക് ആയതുകൊണ്ട് തിരികെ വീട്ടിലേക്ക് വന്നു. അതുപോലെ വീട്ടിൽ ഉള്ളവർക്കെല്ലാം സ്പോർട്സിനോട് ഇഷ്ടമായിരുന്നു. ഒടുവിൽ ഞങ്ങൾ 3 മക്കളെയും ആ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. എൻ്റെ കാര്യത്തിൽ ചെറുപ്പത്തിലെ ഞാൻ ഭക്തിഗാനമൊക്കെ പാടി തുടങ്ങിയിരുന്നു. അപ്പ ഞങ്ങളെയും കൊണ്ട് പ്രോഗ്രാമുകൾക്ക് പോകുമായിരുന്നു. പക്ഷേ എൻ്റെ കുട്ടികളെ എനിക്കങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. പഠനത്തോടല്ല, നിനക്ക് പാട്ടിനോടാണ് താല്പര്യമെങ്കിൽ അതിൽ ശ്രദ്ധിക്കാനാണ് അപ്പനോട് അപ്പാപ്പൻ ചെറുപ്പത്തിൽ പറഞ്ഞത്. പക്ഷേ എൻ്റെ അപ്പന് ഞങ്ങളോട് പഠനത്തെ മാറ്റി നിർത്താൻ പറയാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ താല്പര്യം മനസ്സിലാക്കുകയും അതിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ അവസരം നൽകി. +2 പഠിക്കുന്നതിന് മുൻപേ കുട്ടികളുടെ വോയിസിന് വേണ്ടി ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അപ്പ 6 വയസ്സിൽ കച്ചേരിക്ക് പാടിയിരുന്നത് പോലെ അഭിമാനത്തോടെ പറയാൻ മാത്രം ഒന്നുമില്ല. ചേട്ടന് ടെന്നീസിനോടുള്ള താല്പര്യം കാരണമാണ് ഞങ്ങളെല്ലാവരും അമേരിക്കയിലേക്ക് പോകുന്നത്. അമേരിക്കയിൽ നിന്ന് കീബോർഡും വെസ്റ്റേൺ മ്യൂസിക്കും ഒക്കെ പഠിച്ചു. അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷമാണ് കർണാട്ടിക് സംഗീതം പഠിച്ചത്. ചേട്ടനും അനിയനുമൊക്കെ നല്ല സൗണ്ടുണ്ട്. ഇടയ്ക്ക് അപ്പയുടെ സൗണ്ടിൽ അമ്മയെ പറ്റിക്കും. അവരും ഒന്ന് പഠിച്ചാൽ പാടാവുന്നതേയുള്ളൂ. പക്ഷെ രണ്ടാളുടെയും താല്പര്യം വേറെയാണ്. വീട്ടിലെ കുസൃതി ആരാണെന്ന ചോദ്യത്തിന് അത് താൻ തന്നെയാണെന്ന് വിജയ് പറയുന്നു. ചേട്ടൻ ആള് ഭയങ്കര സൈലന്റ് ആണ്. അനിയനും ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുമെങ്കിലും വാചാലനല്ല. വീട്ടിൽ ഒരു വില്ലൻ മതിയല്ലോ, അത് ഞാനാണ്. ഒരിക്കൽ പോലും അപ്പൻ തല്ലിയിട്ടില്ല, അമ്മയാണ് തല്ലിയത്. അപ്പൻ്റെ നോട്ടം മതി, 3 പേരും ഐസ് വെള്ളം തലവഴി ഒഴിച്ചതുപോലെ നിൽക്കും. തൻ്റെ മക്കളെക്കുറിച്ചും വിജയ് സംസാരിച്ചിരുന്നു. ഒരു കുഞ്ഞുകുട്ടി ഹരിവരാസനം പാടിയ പാട്ട് വൈറലാവുന്നുണ്ട്. എൻ്റെ മകളാണെന്ന് പറഞ്ഞാണ് വൈറലാവുന്നത്. പക്ഷേ അതെൻ്റെ മകളല്ല. ആ കുട്ടിക്ക് കിട്ടേണ്ട അംഗീകാരം എൻ്റെ മകൾക്ക് കിട്ടുന്നതിൽ വിഷമമുണ്ട്. എൻ്റെ മകൾ ഇതുവരെ പ്രൊഫഷണലി എവിടെയും പാടിയിട്ടില്ല. മകനെയും മകളെയും പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കുവാണ്. എൻ്റെ അപ്പനും അമ്മയും എന്നോട് ചെയ്ത ആ തെറ്റ് മക്കളോട് ചെയ്യില്ല എന്നാണ് തമാശയോടെ വിജയ് പറയുന്നത്. അവർക്ക് നല്ല മ്യൂസിക് ടീച്ചേഴ്സിനെ കൊടുക്കും. പാട്ട് പഠിക്കണം എന്നത് അവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പനും അമ്മയും പറഞ്ഞത് ഞാൻ അനുസരിക്കാത്തത് കൊണ്ട് അവരുടെ പുറകെ നടന്ന് അതിനുവേണ്ടി നിർബന്ധിക്കാൻ എനിക്ക് കഴിയില്ലെന്നാണ് വിജയ് പറയുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.